Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ച് സാറാണ്. ക്ലാസ് 8 ഇംഗ്ലീഷ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡിസ്കോഴ്സ് ആണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ചില ഡിസ്കോഴ്സുകൾ നമ്മൾ എത്ര കോണ്ടന്റ് എഴുതിയിട്ടും കാര്യമില്ല, അതിന്റെ ഫോർമാറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു ഡിസ്കോഴ്സ് ആണ് ന്യൂസ് റിപ്പോർട്ട്. അല്ലെ, ലെറ്റർ റൈറ്റിംഗിലും ഇമെയിൽ റൈറ്റിംഗിലും ഒക്കെ ഈ ഫോർമാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് ഫോർമാറ്റ് ശരിയാക്കി കൃത്യമായി എഴുതേണ്ടത്, അത് എഴുതാനുള്ള ട്രിക്സും ടിപ്സും എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ്, അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ലെറ്റ്സ് ബിഗിൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. Imagine you are a reporter. Write a news report about Jawaharlal Nehru's famous speech, Tryst with Destiny on India's Independence. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് അന്ന് ജവഹർലാൽ നെഹ്റു ഡെലിവർ ചെയ്ത വളരെ പോപ്പുലർ ആയിട്ടൊരു സ്പീച്ചാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. സോ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഒരു ന്യൂസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻക്ലൂഡ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദ സ്പീച്ച്. ആ സ്പീച്ചിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒക്കേഷൻ, ഏത് അവസരത്തിലായിരുന്നു ആ സ്പീച്ച് ഡെലിവർ ചെയ്തത്, ആൻഡ് ഹൗ പീപ്പിൾ ഫെൽറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ഇറ്റ്. ആളുകൾക്ക് ആ സ്പീച്ച് കേട്ടതിന് ശേഷം എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് ചുരുക്കി എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തൽക്കാലം ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിൽ ഫോക്കസ് ചെയ്യാം. റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഒരു ന്യൂസ് റിപ്പോർട്ടിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരം ഉണ്ട്. എന്താ സാർ? ബോക്സ് വരയ്ക്കണം. ഉറപ്പായിട്ടും ബോക്സ് വരയ്ക്കണം. പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ബോക്സ് വരച്ചാൽ മതി. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് എഴുതുക എന്നുള്ളതാണ്. എന്തെഴുതുക എന്നുള്ളതാണ്? ഒരു ഹെഡിങ് എഴുതുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആദ്യത്തെ കാര്യം, നമ്മുടെ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഹെഡിങ് എഴുതുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. എന്ത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി അല്ലേ? സാർ അതെങ്ങനെയാ സാർ? ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നടന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് പ്രസന്റ് ടെൻസിൽ എഴുതുന്നത്? നോക്കൂ, നിങ്ങളൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ന്യൂസ് പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പർ ഹെഡിങ് എപ്പോഴും എന്തായിരിക്കും? പ്രസന്റ് ടെൻസിലായിരിക്കും. അത് ആക്ച്വലി ഈ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. കാരണം ആ നടന്ന സംഭവം വളരെ കറന്റ് ആണ്, അതായത് ഇപ്പൊ നടന്നിട്ടേ ഉള്ളൂ എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി, ആ നടന്ന സംഭവം ഇമ്മീഡിയറ്റ് ആണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഒരു ന്യൂസ് പോളിസി ഒരു പുതിയ പോളിസി, ഒരു ന്യൂ പോളിസി എന്ത് ചെയ്തു? അനൗൺസ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. സോ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വരുന്നത് ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ്ഡ് എ ന്യൂ പോളിസി എന്നായിരിക്കില്ല, ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസസ് എ ന്യൂ പോളിസി എന്നായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം 8ാം ക്ലാസ്സിലെ നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ 9ലും 10ലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഗംഭീരമായിട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടൊക്കെ എഴുതാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി പറയുന്ന കാര്യമൊക്കെ സിമ്പിൾ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതണം. ബൈ ലൈൻ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, എന്തെഴുതണം? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതണം. ഈ സ്റ്റാഫ് റിപ്പോർട്ടർ നമ്മൾ ടെക്നിക്കലി അതിന് പറയാം ബൈ ലൈൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബൈ ഹൂം ദ ആർട്ടിക്കിൾ ഈസ്, അല്ലെങ്കിൽ ബൈ ഹൂം ദ റിപ്പോർട്ട് ഈസ് റിപ്പോർട്ടഡ്. ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമ്മൾ ഒരാളുടെ പേര് എഴുതണ്ട. എന്തെഴുതാൽ മതി? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതിയാൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേറ്റ് എഴുതുന്നു. ഒരു ഡേറ്റ് അല്ല, ഇവിടെ വളരെ സ്പെസിഫിക് ആണ്. എപ്പോഴാണ് ഡേറ്റ്? 15th ഓഗസ്റ്റ് 1947. സോ ഇതിന് നമ്മൾ ടെക്നിക്കലി പറയുക ഡേറ്റ് ലൈൻ എന്നാണ്. സോ ബൈ ലൈൻ എഴുതി, ഡേറ്റ് ലൈൻ എഴുതി, ഹെഡിങ് എഴുതി, ബൈ ലൈൻ എഴുതി, ഡേറ്റ് ലൈൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എവിടെ വെച്ചാണിത് നടക്കുന്നത് അല്ലേ? നമ്മൾ എന്ത് എഴുതുന്നു? ഇവിടെ ഡൽഹി എന്ന് എഴുതുന്നു. ഡൽഹിയിൽ വെച്ചിട്ടല്ലേ ഇത് നടക്കുന്നത്. ഇതിന് നമ്മൾ ടെക്നിക്കലി പ്ലേസ് ലൈൻ എന്നാണ് വിളിക്കുക. ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്ലേസ് ലൈൻ എന്നാണ് വിളിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് എഴുതുന്നു? അതിനുശേഷം ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറയാനുള്ള കാര്യം എന്ത് ചെയ്യുന്നു? എന്താണ് സംഭവം എന്ന് നമ്മൾ ചുരുക്കി പറയുന്നു. ഇതിനെ നമ്മൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പാരഗ്രാഫിനെ, ആദ്യത്തെ പാരഗ്രാഫിനെ നമ്മൾ വിളിക്കുക ലീഡ് പാരഗ്രാഫ് എന്നാണ്. എന്താണ് ലീഡ് പാരഗ്രാഫ്? എന്തുകൊണ്ട് അതിനെ ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്? ഒരു പേപ്പർ വായിക്കുന്ന, ന്യൂസ് റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് ആ ലീഡ് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, ആരാണ് എന്ന് മനസ്സിലാവണം. അയാൾക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? അദ്ദേഹം അടുത്ത പാരഗ്രാഫ്, അതിനെ നമ്മൾ ബോഡി ഓഫ് ദ ന്യൂസ് റിപ്പോർട്ട്, അതായത് കാര്യങ്ങൾ എന്ത് ചെയ്യുക? വിശദീകരിച്ച് പറയാം. സോ ഇങ്ങനെ 2 പാരഗ്രാഫുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പാരഗ്രാഫിന് വീണ്ടും എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ
നിങ്ങൾക്ക് ആ അവസാനത്തെ പാരഗ്രാഫിൽ ഒരു കോമന്റ് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കോമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാൾ പറയുന്ന എന്തെങ്കിലും ഒരു സെന്റൻസ്, ഒരു ഡയലോഗ് എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. സോ ഈ രീതിയിലാണ് നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബോക്സ് വരയ്ക്കുക. ഓക്കെ ആണല്ലോ. ഞാൻ നിങ്ങൾക്ക് ആൻസർ, ഒരു സാമ്പിൾ ആൻസർ കാണിച്ചു തരട്ടെ. ഇതാണ് എൻ്റെ ടൈറ്റിൽ. നെഹ്റൂസ് ഹിസ്റ്റോറിക് സ്പീച്ച് ഇൻസ്പയേഴ്സ് ദ നേഷൻ. ഇൻസ്പയർഡ് ദ നേഷൻ എന്നാണോ എഴുതിയത്? ഇൻസ്പയേഴ്സ് ദ നേഷൻ. നെഹ്റുവിന്റെ ഹിസ്റ്റോറിക് സ്പീച്ച് രാജ്യത്തെ ഇൻസ്പയർ ചെയ്യുന്നു. ദെൻ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുന്നു. ഏത് ന്യൂസ് റിപ്പോർട്ടറും ഇങ്ങനെ എഴുതാം. അനുയോജ്യമായ അപ്രോപ്രിയേറ്റ് ആയ ഡേറ്റ് എഴുതുന്നു. ദെൻ ന്യൂഡൽഹി, എവിടെയാണോ സംഭവം അത് എഴുതുന്നു. ദെൻ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളിതിനെ എന്താ വിളിച്ചത്? നമ്മളിതിനെ വിളിച്ചത് ലീഡ് പാരഗ്രാഫ് എന്നാണ്. എന്താ വിളിച്ചത്? ലീഡ് പാരഗ്രാഫ് എന്നാണ്. സോ ലീഡ് പാരഗ്രാഫിൽ നമ്മൾ കാര്യങ്ങൾ ചുരുക്കി പറയുന്നു. നോക്കൂ. യെസ്റ്റർഡേ ഓൺ ദ നൈറ്റ് ബിഫോർ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ്, ഇന്നലെ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് രാത്രി മുമ്പ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, അപ്പോൾ എപ്പോഴാണ്, ആരാണെന്ന് പറഞ്ഞു, ഡെലിവേർഡ് ഹിസ്റ്റോറിക് സ്പീച്ച് കോൾഡ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എന്താണെന്നും പറഞ്ഞു. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു ചരിത്രപരമായ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രസംഗം എന്ത് ചെയ്തു, ഡെലിവർ ചെയ്തു. ഹി സ്പോക്ക് ടു ദ നേഷൻ. ആരോടെ സംസാരിച്ചത്? രാജ്യത്തോടാണ്. അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് കം വിത്ത് ഇറ്റ്. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത് വഴി വരുന്ന എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എന്ന് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാണ്. എന്ത് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. അവസാനം നമ്മൾ പറയാം ഇത് ഈ പാരഗ്രാഫിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അടുത്തൊരു ചെറിയ പാരഗ്രാഫ് ആയിട്ടോ എഴുതാം. Thousands of people listened to the speech with hope and excitement. അല്ലെ, എങ്ങനെയായിരുന്നു ആളുകൾക്ക് തോന്നിയത്? ആളുകൾ പ്രതീക്ഷയോടുകൂടെ, ആവേശത്തോടുകൂടെ ആ പ്രസംഗം എന്ത് ചെയ്തു, കേട്ടു. പ്രതീക്ഷ, ആവേശം. Many said, ഇതാണ് ഞാൻ ആ പറഞ്ഞ കോമന്റ്. കാരണം ഇവിടെ ഒരാളുടെ അഭിപ്രായം പറയണ്ട, ഒരുപാട് പേര് പറഞ്ഞു. എന്ത്? They felt, അവർക്ക് തോന്നിയെന്ന്. എന്ത്? പ്രൗഡ് ആൻഡ് ഇൻസ്പയർഡ് ടു സെർവ് ദ നേഷൻ. അവർക്ക് വളരെ അഭിമാനവും രാജ്യത്തെ സെർവ് ചെയ്യാൻ, രാജ്യത്തെ സേവിക്കണം എന്നവർക്ക് ഇൻസ്പിറേഷനും തോന്നി എന്ന് പറഞ്ഞു. നെഹ്റൂസ് വേർഡ്സ് റിമൈൻഡഡ് എവ്രി വൺ ദാറ്റ്. നെഹ്റുവിന്റെ പ്രസംഗം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. എന്ത്? ഫ്രീഡം ഈസ് നോട്ട് ജസ്റ്റ് എ റൈറ്റ്. ഫ്രീഡം എന്ന് പറയുന്നത് ഒരു റൈറ്റ്. ഏത് റൈറ്റ്? അവകാശം മാത്രമല്ല, ബട്ട് ഓൾസോ എ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. വരാൻ പോകുന്ന ഭാവി ഇന്ത്യക്കുള്ള ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കൂടിയാണത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇതുപോലെ ബാക്കിയുള്ള ഡിസ്കോഴ്സുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തണിൽ പറയും. മറന്നുപോയത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബൈ. ഐ ലവ് യു.